അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ തീവ്രവാദം പ്രതിരോധമല്ല എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. എൻ്റെ ഒരു സൗകര്യം മാനിച്ചുകൊണ്ടാണ് എന്ന് തോന്നുന്നു. സുബൈറിൻ്റെ മുമ്പ് എന്നോട് സംസാരിക്കണമെന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് തീവ്രവാദം പ്രതിരോധമല്ല എന്ന വിഷയത്തിലേക്ക് നമ്മൾ എത്തിയത് എന്നതിൻ്റെ ഒരു വർത്തമാന ചരിത്രം പരിശോധിക്കാനാണ്. തീവ്രവാദം ഇസ്ലാമികമല്ല, തീവ്രവാദം മതവിരുദ്ധമാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടിൽ ഇസ്ലാമിക സമൂഹം എത്തിയപ്പോഴാണ് പ്രതിരോധമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന തീവ്രവാദികൾ അവരുടെ ചുവടുമാറ്റിയത്. സുബൈർ ഇവിടെ പ്രസംഗിച്ചത് ഒരുപക്ഷെ സംഘടന സങ്കുചിതത്വമായി ഒരുപക്ഷെ ആ വിഷയം ഭീകരവാദം സലഫികൾക്ക് പറയാനുള്ളത് എന്നാക്കിയെങ്കിലും സത്യത്തിൽ ഭീകരവാദം ഇസ്ലാമിന് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം സംസാരിച്ചതും അദ്ദേഹം പറഞ്ഞതും. കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് സമീപകാലത്ത് ഞാൻ തീവ്രവാദ ശക്തികൾക്കെതിരെ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, കൃത്യമായി ആരാണ് തീവ്രവാദികൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാം അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കേണ്ടത്. വർത്തമാന സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും രംഗത്ത് വന്നിട്ടുള്ളത് നേരത്തെ സിമി വന്നിട്ടുള്ളതുപോലെ, അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടുണ്ടായിരുന്നത് പോലെ, അതിനുശേഷം ISSകാർ അതത്ര ശക്തമായിരുന്നില്ല, പരമായ പിൻബലമുണ്ടായിരുന്നു വന്നതുപോലെ ഇന്ന് തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായി അറിയാൻ ശ്രമിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് NDFകാരാണ്. ഈ NDF എന്ന് പറയുന്ന സംഘടന കൃത്യമായി കടന്നു വരുന്ന സമയത്ത് വ്യക്തമായി തീവ്രവാദ പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെ നടത്തുകയുണ്ടായി. എന്നാൽ കേരളത്തിലെ വിശിഷ്യ സലഫി പ്രസ്ഥാനവും ഒരുപക്ഷെ അതിൻ്റെ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശക്തമായി അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തി. സലീമാവട്ടെ, ഷാക്കിറാവട്ടെ, ഞങ്ങളൊക്കെ കൂടി കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുകയും ഇസ്ലാമികമല്ല ഇവർ ഈ പറയുന്ന തീവ്രവാദമെന്ന് കൃത്യമായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും ഒരു ശ്രമം നടത്തുകയുണ്ടായി. സുബൈർ നേരത്തെ പറഞ്ഞതുപോലുള്ള 100,000 വിഷയങ്ങൾ കൃത്യമായി അതിൽ നിന്ന് പറഞ്ഞു. ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടക്കുന്നു എന്ന് സമർത്ഥിക്കുവാൻ ഈ കൂട്ടായ്മക്ക് സാധിച്ചു. അതിശക്തമായ ക്യാമ്പയിനുകൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മുജാഹിദ് പ്രസ്ഥാനം അതുമാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ചെറുപ്പക്കാർക്കിടയിൽ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കി. വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ നടന്നു. അതിശക്തമായി ഇത് ഇസ്ലാമികമല്ല എന്ന് സമർത്ഥിക്കുവാൻ ഒരുപാട് കാലങ്ങൾ കൊണ്ട് സാധിച്ചതിനു ശേഷമാണ് കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുവടുമാറ്റമുണ്ടായത്. അവർ പറഞ്ഞു ഇസ്ലാമികമല്ല എന്നിടത്ത് ഞങ്ങൾ നിന്നപ്പോൾ അവരുടെ വാദം അവർ മാറ്റി. ഞങ്ങളതിന് ഇസ്ലാമല്ലല്ലോ പറയണത്. പലപ്പോഴും തീവ്രവാദത്തെ എതിർക്കാൻ, NDFൻ്റെ തീവ്രവാദത്തെ എതിർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ശക്തമായി എതിർത്തിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപക്ഷെ നക്സലൈറ്റുകളെ പോലെ പറഞ്ഞിരുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ വേദിയിൽ അത് ചർച്ചയാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചെറുപ്പക്കാരനെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ഒരു മതസംഘടനയുടെ വേദികളിലും അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് കൃത്യമായി NDFനെ മാത്രം എന്ന ചോദ്യത്തിന് ഇസ്ലാമിനെ പ്രതി ചേർക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, ഇസ്ലാമിൽ നിങ്ങൾ ഈ പറയുന്ന തീവ്രവാദമൊന്നുമില്ല.
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രവും താബിഈങ്ങളുടെ ചരിത്രവും താബിഈങ്ങളുടെ ചരിത്രവും ഒക്കെ എടുത്തു പരിശോധിച്ചാൽ ഇവർ ഈ പറയുന്ന ഒരു ആക്രമണത്തിൻ്റെയും കലാപത്തിൻ്റെയും ഒരു നേരിയ രീതി പോലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല എന്ന് കൃത്യമായി സമർത്ഥിക്കുവാൻ സാധിച്ചു. വിശുഷ്യ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 75-ാമത്തെ വചനം, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആയുധമെടുക്കാത്തത് ദുർബലരായ സ്ത്രീകൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി എന്ന ചോദ്യത്തെ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു സംഘപരിവാരക്കാരൻ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തത് ഓർമ്മയുണ്ട് നമുക്ക്. അതിൽ കൃത്യമായി പറഞ്ഞ ആയത്ത് സൂറത്തുൻ നിസായിലെ ഈ വചനമാണ്. ഖുർആൻ നിരോധിക്കണം എന്ന് പറയാൻ ഒരു സംഘപരിവാരക്കാരൻ പറഞ്ഞത് മുസ്ലിങ്ങളോട് ആയുധമെടുക്കാൻ ഖുർആൻ പറയുന്നു. ഇതേ ആയത്താണ് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഈ ആയത്തിറങ്ങിയ ഖുർആനിൻ്റെ സന്ദർഭത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇതാ ആയുധമെടുക്കാൻ ഖുർആൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൃത്യമായി അത് ഹദീസുകളുടെയും ഖുർആന്റെയും ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും പിൻബലത്തോടെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് രണ്ടാമത്തെ ഒരു വാദം വന്നത്, ഞങ്ങളതിന് ഇസ്ലാം അല്ലല്ലോ പറഞ്ഞത്, ഞങ്ങളതിന് നബിയുടെ ചരിത്രമല്ലല്ലോ പറഞ്ഞത്, ഞങ്ങൾ പ്രതിരോധമല്ലേ, ജിഹാദ് നിങ്ങൾ ചെയ്യുന്നതല്ല ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പറയുന്ന അർത്ഥമല്ല ജിഹാദ് എന്ന് സമർത്ഥിക്കാൻ സാധിച്ചപ്പോൾ ഉടനെ NDF-കാരൻ പറഞ്ഞു, അതിന് ഞങ്ങൾ ജിഹാദല്ലല്ലോ, പ്രതിരോധമല്ലേ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സാൽവേഷനിൽ ശേഷം ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് ഈ മുജാഹിദ് സംഘടന പോലും എത്തിയത് ഈ പ്രചാരണം അവർ മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണ്. നേരത്തെ നമ്മൾ എതിർത്തിരുന്നത് ജിഹാദ് എന്ന് പറയുന്ന പദത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പ്രചാരണമാണെങ്കിൽ ഇന്ന് അത് തീവ്രവാദം പ്രതിരോധമല്ല എന്ന് പറയുന്നിടത്ത് എത്തിയത് അവരുടെ സ്റ്റെപ്പ് അവർ മാറ്റിയത് കൊണ്ടാണ്. ഇനി പറയാം, തീവ്രവാദം പ്രതിരോധമല്ല എന്ന് മാത്രമല്ല, പ്രതിരോധം തീവ്രവാദവുമല്ല. പ്രതിരോധം എന്ന് പറയുന്നത് തീവ്രവാദവുമല്ല. തീവ്രവാദം തീർച്ചയായും തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം പറയേണ്ടി വരും, അല്ലെങ്കിൽ പ്രതിരോധത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം പറയണം. പ്രതിരോധത്തിനും ഇസ്ലാമിൽ തെളിവുകളുണ്ട്. പ്രതിരോധത്തിനും ഇസ്ലാം അതിൻ്റെ പ്രായോഗികമായി ഇന്ത്യയുടെ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, ലോകത്തിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ വശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം എന്താണ്? ബദറാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബദർ ഒരു യുദ്ധമാണെന്ന് പറയുന്നത് പോലും ചില അസാംഗത്യമുണ്ട്. ബദർ ഒരു യുദ്ധമല്ല. യുദ്ധമാണെങ്കിൽ മദീനയിൽ നിന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടെ മക്കയിലുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടണം. ഇസ്ലാമിൻ്റെ ചരിത്രം അതല്ലല്ലോ പറയുന്നത്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂ സുഫിയാൻ അടങ്ങിയവരുടെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് പ്രവാചകനെ ആക്രമിക്കാൻ മദീനയിലേക്ക് വരികയാണല്ലോ. ആ സമയത്ത് പ്രവാചകൻ മദീനയിലാണ്. അൻസാരികളോട് അബൂജഹൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നുകിൽ മുഹമ്മദിനെ വിടുക, മുഹമ്മദിനെ നിങ്ങൾ പുറത്തു വിടുക, അതല്ല മുഹമ്മദിന് നിങ്ങൾ സംരക്ഷണം കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെയും ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരും. അങ്ങനെ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും പുറപ്പെടുന്നു. പ്രവാചകൻ തിരുമേനി തനിക്ക് അഭയം തന്ന, ഇസ്ലാമിക പ്രചാരണത്തിന് അവസരമുണ്ടാക്കിയ മദീനക്കാർ, അൻസാറുകൾ അപകടപ്പെട്ടു പോകാൻ പാടില്ല. അവരെ ആക്രമണത്തിന്, അവരെ നിരപരാധികളെ ഇവരുടെ വലയിലേക്ക് തനിക്ക് സംരക്ഷണം തന്നതുകൊണ്ട് മാത്രം കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മദീനയുടെ പുറത്തിറങ്ങുന്നു. മക്കയിലേക്ക് പോയിട്ടില്ല. വരുന്ന ശത്രുക്കളെ ആക്രമിക്കാൻ ഒരു യാത്രയും പുറപ്പെട്ടിട്ടില്ല. മദീനയുടെ പുറത്തിറങ്ങി നിൽക്കുന്നു. അങ്ങനെ മദീനയുടെ പുറത്തു വെച്ച് അബൂജഹലും കൂട്ടരും വരുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നു. ബദർ ഒരു യുദ്ധം പോലുമല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ബദറാണെങ്കിൽ ആ ബദർ അതിൽ കണ്ട ഒരു കാര്യം, പ്രവാചകൻ അതിൻ്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സഹാബത്തിനെ അതിനുവേണ്ടി പറഞ്ഞു വിടുന്നതിന് മുമ്പ്, ഒരു അനുയായിയെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് പ്രവാചകൻ ബദറിൻ്റെ മുൻനിരയിൽ നിന്ന് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബദറാണ്. അതിൻ്റെ സേനാനായകൻ അതിൻ്റെ മുമ്പിലായിരുന്നു. എന്നാൽ NDF-കാരൻ പറയുന്ന പ്രതിരോധം നട്ടപ്പാതിരക്ക് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അനുയായികളെ പറഞ്ഞയച്ചിട്ട് നേതാക്കന്മാർ കോഴിക്കോട് കടന്നുറങ്ങുന്ന പ്രതിരോധം. ഇതെന്തു പ്രതിരോധമാണ്? ഈ പ്രതിരോധത്തിന് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം എന്താണ്? നേതാക്കന്മാരെ സുന്ദരമായി കോഴിക്കോട് കടന്നുറങ്ങുക, അനുയായികളെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുക.
ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ തരത്തിൽ പ്രതിരോധം എന്ന് പറയുന്നത് സമുദായത്തെ രക്ഷിക്കാനാണ് എന്നാ പറയുന്നത്. സമുദായത്തെ രക്ഷിക്കാൻ